friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാഗി ലസാനിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. ഇതൊരു ഇറ്റാലിയൻ ഡിഷ് കൂടിയാണ്. നമുക്ക് മാഗി ഒക്കെ ഉണ്ടെങ്കിൽ മാഗി കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് മുതിർന്നവർക്കായാലും അതെ കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഡിഷ് കൂടിയാണിത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പൊ ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റ് തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കളായാലും ഞങ്ങളായാലും നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നമ്മള് പാസ്ത, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ മോസറല്ല ചീസ് എന്നിവയൊക്കെ ഇട്ടിട്ട് ലേയർഡ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ത്യൻ സ്പൈസി മസാലയാണ് നമ്മൾ ഈ മാഗിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിത് വേണമെങ്കിൽ നോൺ വെജിനോട് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിന്റെ ഒപ്പം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന്റെ ഒപ്പം നമുക്ക് ബോൺലെസ് ചിക്കൻ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എഗ്ഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിക്കന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെജ് മാത്രം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വെജ് മാത്രം യൂസ് ചെയ്യുക. മഷ്റൂംസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിക്കുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 തരം കളറ് ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ക്യാപ്സിക്കം എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് പൊടിച്ചത്, പിന്നെ ബട്ടർ, പിന്നെ അതുപോലെ ഒരു വലിയ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് സോസ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടും മാഗിയാണ് ഇതിൽ വേണ്ടത്. പിന്നെ നമുക്ക് മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 4 സ്പൂണോളം ബട്ടർ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 സ്പൂൺ ബട്ടർ എടുക്കുമ്പോൾ 4 സ്പൂൺ മൈദയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പെർഫെക്റ്റ് ക്രീമി വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ ബട്ടർ ഇവിടെ മെൽറ്റായി വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4 സ്പൂണ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 3-4 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ മൈദയുടെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അപ്പം നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ മൈദ ഒന്ന് ചെറുതായി വെന്ത് തുടങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ആയി കിട്ടണം. ജസ്റ്റ് ഇതൊന്ന് നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 കപ്പ് പാലാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ബാക്കി പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 2 കപ്പ് പാലാണ് മൊത്തം ഇതിൽ യൂസ് ചെയ്യണത്. നന്നായിട്ട് ഇതേപോലെ ഉടച്ചു കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് ഉടഞ്ഞില്ല ഉണ്ടെങ്കിൽ നമുക്കിത് ഫുൾ പാൽ മിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇതേപോലെ ആയി കിട്ടണം. തീരെ മൈദ കട്ട കുത്തിയിട്ട് കിടക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ ആയി കിട്ടണം. അപ്പോൾ ഇപ്പോഴും നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഉപയോഗിക്കണം.
ഇതൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ മുന്നേ വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചൊക്കെ ആഡ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ തിക്ക് ഇനിയും കൂടിയും തോന്നുന്നുണ്ടെങ്കിൽ ഒരു തരി പാല് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രീമി വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നീക്കി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഞാൻ പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്യാം. മഷ്റൂംസ്, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്കിനി നമ്മൾ തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. 2.5 സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരു തരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മാഗിയുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 3 പാക്കറ്റ് മാഗിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ആ പാക്കറ്റിലുള്ള മസാലപ്പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി ഈ സമയത്ത്.
ഞാനിവിടെ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 എഗ്ഗാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ചെറു ചൂടുവെള്ളമാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 പാക്കറ്റ് മാഗിക്ക് നമ്മളിവിടെ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് മാഗി നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട, കാരണം നമ്മളിനി ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ട അധികം എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പക്ഷേ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒന്നുകൂടിയും എരിവ് നല്ലതാണ്. ഇനി നമുക്ക് നമ്മളെ വെള്ളം തിളച്ചടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെ മാഗി ആഡ് ചെയ്ത് കൊടുക്കാം. 3 പാക്കറ്റ് മാഗിയാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. നന്നായി പൊടിച്ചിടണ്ട. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാഗി നന്നായിട്ട് ഉടഞ്ഞു പോകരുത്. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇവിടെ ഓവണിലൊക്കെ വെക്കാൻ പറ്റുന്ന ഗ്ലാസ് ടൈപ്പ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ആദ്യം കുറച്ച് ബട്ടർ തേച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ മാഗി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. തിക്കായിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളെ വൈറ്റ് ക്രീം സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെറിയ ചൂടുവെള്ളം കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് ലൂസാക്കി എടുക്കുക. അല്ലെങ്കിൽ പാൽ തന്നെ ചൂടാക്കിയിട്ട് വെച്ചാൽ മതി. ഇതേപോലെ നമുക്ക് വൈറ്റ് ക്രീം സോസ് എല്ലായിടത്തും ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മോസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ബാക്കിയുള്ള ആ മാഗി മസാല ഇട്ട് കൊടുക്കുക. നമ്മളിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി ബാക്കി വൈറ്റ് ക്രീം സോസും കൂടിയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന മോസറല്ല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളെ വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ ഉണ്ട് തോന്നുമെങ്കിൽ ആവശ്യമില്ലാത്തവർ കുരുമുളക് പൊടി ആഡ് ചെയ്യണ്ട.
ഓവൺ ആദ്യം തന്നെ നമ്മൾ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഒരു 12 to 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അടിപൊളി മാഗി ലസാനിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചീസൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ചീസൊക്കെ നല്ല രസത്തിലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിച്ചു നോക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെയുള്ള ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിയെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്